അപ്പൊ നിഹാദേ, നമ്മളൊരു കിടുക്കാച്ച ഓഫർ ആയിട്ടല്ലേ വന്നത്? എന്താ ഓഫർ എന്നുള്ളത് പറഞ്ഞു കൊടുത്താളെ. കയ്യിലുള്ളത് നമ്മളെ ഫിഷസ് ആണ്. എന്താ ഓഫർ എന്ന് പറഞ്ഞു കൊടുത്താളെ? ഇത് റെഡ് എക്സിഡോ, ഇതൊരു ട്രയോ 100 രൂപ. നമ്മളെ ട്രയോ, അതായത് 2 ഫീമെയിലും 1 മെയിലും 100 രൂപയ്ക്കാട്ടോ കൊടുക്കണേ. അതേമാതിരി തന്നെ പിന്നെ യെല്ലോ മൊസൈക്ക് ഇത് 100 രൂപയ്ക്കാണ്. ലിമിറ്റഡ് ആയിട്ടുള്ള ഓഫറാണ്. അപ്പൊ വീഡിയോ കണ്ടുവരുന്നവർക്കുള്ള ഒരു ഓഫറാണ് കേട്ടോ. നമുക്കൊരു അത്യാവശ്യം ലിമിറ്റഡ് ആയിട്ട് ഒരു 30 മോള് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ സാൻഡേ നമുക്ക് കൊടുക്കാനുണ്ട്. ഒരു പെയറാണ് കൊടുക്കാനുള്ളത്. ഇതും നമുക്ക് 100 രൂപയാണ്. ഈ 3 വെറൈറ്റിയും 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ അഡീഷണൽ ആയിട്ട് നമ്മുടെ റെഡ് എക്സിഡോ നമ്മൾ കൊടുക്കുന്നത് 2 ഫീമെയിലും 1 മെയിലും ആണ് കേട്ടോ. അപ്പൊ വേഗം വന്നോളി കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ബിഗിനേഴ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം മറ്റൊരു ഫാം വിശേഷങ്ങളായിട്ടാണ് ഇന്ന് എത്തിയത്. വേറെ എവിടെയല്ല, നമ്മുടെ പരപ്പനങ്ങാടി ചിറമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിഹാദ് ബ്രോന്റെ, അതായത് മൈ ഗപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിഹാദ് ബ്രോ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഒരു ബ്രീഡറാണ്. അപ്പോൾ അവരെ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ തെറിപ്പിക്കുന്നില്ല. ഒരു 10 വെറൈറ്റി 11 വെറൈറ്റിയോളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. അപ്പോൾ നേരെ അങ്ങോട്ട് പോയാൽ ഹായ്. അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ ഓണറായിട്ടുള്ള നിഹാദ് ബ്രോ നമ്മുടെ കൂടെ ഉണ്ട്. ഹായ്. അപ്പം നമ്മുടെ ഫാമിനെ കുറിച്ച്, അതായത് നമ്മുടെ ഈ ഫാം എവിടെയാണ് വരുന്നത്, ഏകദേശം എത്ര വെറൈറ്റിയോളം ഇവിടെ ചെയ്യുന്നുണ്ട്, പിന്നെ ഏകദേശം എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലൊന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമായി. ഒരു വർഷം. പിന്നെ ഒരു 10 വെറൈറ്റി ഉണ്ട്. 10 വെറൈറ്റിയും കൊടുക്കാനുണ്ട്. 10 വെറൈറ്റി നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ 10 വെറൈറ്റി ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു 10 വെറൈറ്റി നമുക്ക് ഇപ്പോൾ ഇവിടെ കൊടുക്കാനുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഇവിടെ എക്സാക്ട് പ്ലേസ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ, പരപ്പനങ്ങാടിയിൽ നിന്ന് 2.5 കിലോമീറ്റർ വന്നാൽ ചിറമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമുക്ക് ട്രെയിനിന് വരെ വന്നിട്ട് അവിടുന്ന് 2.5 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.5 കിലോമീറ്റർ. ഓക്കെ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.5 കിലോമീറ്റർ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവിടെ എത്തിയിട്ട് വിളിക്കുക, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് വിളിച്ചു കഴിഞ്ഞാലും ഇവിടെ എത്തിച്ചു കൊടുക്കും അല്ലേ? കൊറിയർ സംവിധാനം നമുക്ക് ഓക്കെ, നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നിഹാദ് ബ്രോന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും, അതേമാതിരി തന്നെ വീഡിയോയ്ക്ക് ഉടനീളം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ തെറിപ്പിക്കുന്നില്ല, നമുക്ക് എന്തായാലും ഫിഷിന്റെ വിശേഷങ്ങളായിട്ട് പോകും. നമുക്ക് ഞാൻ ആദ്യ വെറൈറ്റി പരിചയപ്പെട്ടാലോ? ഇതേതാ വെറൈറ്റി വരുന്നത്? ഇത് റെഡ് എക്സിഡോ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് അല്ലേ? ആദ്യം തന്നെ നമ്മൾ റെഡ് തന്നെയാണ് കാണിക്കുന്നത്. അതായത് എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു വെറൈറ്റി അല്ലേ? ഓക്കെ. ഇത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുക്കാനുണ്ട് അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ കാണിക്കുന്ന നമ്മളൊരു 10 വെറൈറ്റിയോളം നമ്മളിപ്പോ കാണിക്കുന്നുണ്ട്. ഈ 10 വെറൈറ്റി നമ്മളിപ്പോ കൊടുക്കാനുള്ളതല്ലേ? ഇതേ സൈസ് തന്നെ നമ്മൾക്ക്, അതായത് നമ്മുടെ ബ്രൂഡ് ആ ഒരു കാറ്റഗറി തന്നെ നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഏകദേശം എത്ര മാസമായിട്ടുണ്ടാവും? ഏകദേശം ഒരു 4 മാസം, ഒരു 3.5-4 മാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ടാവും അല്ലെ? ശരി. ഓക്കെ. ഇതിലൊരു ഫീമെയിൽ നമ്മളിപ്പോ ഇട്ടിട്ടുണ്ട് അല്ലേ? കാരണം ഫീമെയിൽ എങ്ങനെയാണ് ഇതിന്റെ കളറ് കാര്യങ്ങളെന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. എന്തായാലും നമുക്ക് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി 100 രൂപ മുതൽ 250 രൂപ വരെയാണ് നമ്മൾ ഇതിൽ റേറ്റ് പറയുന്നത്. റേറ്റ് കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ എന്തായാലും നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ വിളിച്ചിട്ട് എത്രയാ റേറ്റ് എന്ന് നമുക്ക് അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ? ഏതാ വെറൈറ്റി വരുന്നത്? ഇത് ബ്ലൂ ഡയമണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇയറും വരും. അത്യാവശ്യം നല്ല ടൈലും വരും അല്ലേ? ഓക്കെ. ഇത് എന്താ പറയാ, അധികം കുഞ്ഞുങ്ങളൊന്നും കഴിക്കാത്ത ഒരു ടൈപ്പാന്ന് തോന്നുന്നു അല്ലേ? കാരണം ബ്ലാക്ക് ഐ ആന്ന് തോന്നുന്നു അല്ലേ? ബ്ലാക്ക് ഐ ആണ്. വല്ലാതെ കഴിക്കാത്തൊരു വെറൈറ്റി ആണ് അല്ലേ? ശരി. നമുക്കിവിടെ ഇതിലൊരു കുഞ്ഞനും ഉണ്ട് തോന്നുന്നു അല്ലേ? കാരണം അവര് ഒരുമിച്ചിടുന്നാന്ന് തോന്നുന്നു അല്ലേ? ശരി. ഇവർക്ക് ഇതും കൊടുക്കാനുള്ളതല്ലേ? കൊടുക്കാനുള്ള വെറൈറ്റി തന്നെയല്ലേ? നമുക്ക് അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ? ഇത് ഏതാ വെറൈറ്റി വരുന്നത്? ഇത് റെഡ് ഡ്രാഗൺ ആ വെറൈറ്റി ആണല്ലേ വരുന്നത്? ശരി. അത്യാവശ്യം നല്ല ടെയിലും ഡോർസലൊക്കെ വരുന്ന ഇയർ വരുന്ന ഒരു വെറൈറ്റി ആണല്ലേ? ഇതിന്റെ ഇയർ ഏതാ? ബ്ലാക്ക് ഇയർ ആണോ? എങ്ങനെയാ? ബ്ലാക്ക് ഷെയ്ഡ് ആയിട്ടുള്ള അല്ലേ? ഇത് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള വെറൈറ്റി തന്നെയാണ് അല്ലേ? ഇതേ സെയിം സാധനം തന്നെ. ഇത് ഏകദേശം ഒരു 3 മാസം 4 മാസത്തിനുള്ളിലായിട്ടുള്ള വെറൈറ്റി ആണ് അല്ലേ? ശരി. ഓക്കെ. ഇത് നമുക്ക് കൊടുക്കാനുണ്ട്. ശരി. നമുക്ക് എന്നാല് അടുത്തൊരു വെറൈറ്റി, എന്നും എപ്പോഴും ആവശ്യക്കാരുള്ള ഒരു വെറൈറ്റിനെ പരിചയപ്പെടാം. ഇത് ഏതാ വെറൈറ്റി? ഇത് റെഡ് ഇയർ കോയി. എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ എന്നും ഒരു മാർക്കറ്റ് നഷ്ടപ്പെടാത്തൊരു ഡിമാൻഡുള്ള വെറൈറ്റി അല്ലേ? ഇത് മെയില്
ഫീമെയിലിനെക്കാട്ടി കുറച്ചൊരു ചെറുതാവും അല്ലേ? ഓക്കെ. ഫീമെയിൽ ഇനി പ്രായം കൂടുന്നതനുസരിച്ച് ഫുള്ള് റെഡ് ഇറങ്ങും. ശരി. ഇതിനെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചൊരു റിസ്ക് ആണ് അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വേഗം നമുക്ക് എന്താ റെഡ് ഐ ആണ്, കുഞ്ഞുങ്ങളെ കഴിക്കുന്ന ഒരു നല്ല ശ്രദ്ധിക്കണം അല്ലേ? ഓക്കെ. ഇതും നമുക്കിപ്പോ അത്യാവശ്യം എങ്ങനെയാ, ജുവനൈൽസ് ആണോ അല്ലെങ്കിൽ നമുക്ക് ബ്രൂഡ് സ്റ്റോക്ക് ആണോ കൊടുക്കാനുള്ളത്? ജുവനൈൽസ് രണ്ടുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ ഏകദേശം ഓക്കെ, നമുക്ക് രണ്ടും കൊടുക്കാനുണ്ട് അല്ലേ? ശരി. നമുക്ക് എന്നൊരു ഹരാണല്ലേ ഈ ഒരു വെറൈറ്റി? കാണുമ്പോ തന്നെ ഹരാണല്ലേ? ഇയറും നല്ലോണം ഉണ്ടാവും. നല്ലോണം ഇറങ്ങും. നമുക്ക് അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ? ഏതാ വെറൈറ്റി വരുന്നത്? ഇത് പർപ്പിൾ മൊസൈക്ക് വെറൈറ്റി ആണ് അല്ലേ? നല്ല ബ്ലൂ ഡയമണ്ട് ഇറങ്ങും, റെഡ് ഇറങ്ങും. പർപ്പിൾ ആണ് കാണാനും ഭംഗി. ഇത് 2 ടൈപ്പ് വരുന്നുണ്ട്, 3 വെറൈറ്റി ഇറങ്ങുന്നുണ്ടല്ലേ അതില്? പർപ്പിൾ ഇറങ്ങാൻ ഭയങ്കര പ്രയാസം അല്ലേ? ഓക്കെ. നമുക്ക് പർപ്പിൾ ഇവിടെ കൊടുക്കാനുണ്ടോ? പർപ്പിള് കുറഞ്ഞ ലിമിറ്റഡ് ആയിട്ടുള്ള കൊടുക്കാനേ ഉള്ളൂ, പക്ഷെ അത്യാവശ്യം കൊടുക്കാനുണ്ട്. നമുക്ക് ഒരു 5-8 പേര് കൊടുക്കാനുണ്ടോ? 5-8 പേര് കൊടുക്കാനുണ്ട് അല്ലേ? പർപ്പിള് എനിക്ക് തോന്നുന്നു അധികം ആരടുത്തും ഇല്ലാത്തൊരു വെറൈറ്റി ആണ് അല്ലേ? ഓക്കെ. ശരി, നമുക്കിത് കൊടുക്കാനുണ്ട് അല്ലേ? നമുക്ക് എന്നാലും അടുത്ത ഒരു കിടുക്കാച്ച ഐറ്റത്തിന് പരിചയപ്പെട്ടാലോ? ഇത് ഏതാ ഐറ്റം വരുന്നത്? ഇത് സാന്റാക്ലോസ്. നമ്മുടെ പണ്ടത്തെ ഒരു എന്താ പറയാ, ഒരു മാർക്കറ്റ് നിലനിർത്തിക്കൊണ്ടിരുന്ന ഒരു സാധനം തന്നെയായിരുന്നു അല്ലേ? ഇപ്പൊ ഉണ്ടോ? അത്യാവശ്യം എങ്ങനെയാ, മാർക്കറ്റ് ഉണ്ടോ? മാർക്കറ്റ് ആവശ്യക്കാർ ചോദിച്ചു വരുന്നുണ്ട് അല്ലേ? ഓക്കെ. സാന്റാക്ലോസ് ഉണ്ടോന്ന് ചോദിച്ചിട്ട് വരുന്നതാണ്. ഒരു നല്ലൊരു വെറൈറ്റി തന്നെയല്ലേ? കാരണം ടോപ്പ് നിന്നാണെങ്കിലും സൈഡിൽ നിന്നാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാ അല്ലേ? അത്യാവശ്യം കുഞ്ഞുങ്ങളെയും കിട്ടും. കുഞ്ഞുങ്ങളെ കഴിക്കും, എന്നാലും അങ്ങനെ കൂടെ കഴിക്കാത്തൊരു വെറൈറ്റി ആണല്ലോ അല്ലേ? ബ്ലാക്ക് ഐ ആണല്ലോ അല്ലേ? ശരി. നമുക്ക് അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ? ഏതാ വെറൈറ്റി വരുന്നത്? ഇത് റെഡ് ലൈസ് റൂസ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് നല്ല ടൈലും. ഇത് പ്രായം കൂടുന്നതനുസരിച്ച് നീന്താൻ പറ്റാത്ത അത്രയും വരും അല്ലേ? അപ്പൊ അത് എങ്ങനെയാ, അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണോ? എങ്ങനെയാ ചെയ്യാറ്? കട്ട് ചെയ്ത് കൊടുക്കാറുണ്ടോ? ഓവർ നീന്താൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും അല്ലേ? ശരി. നല്ല ഉണ്ടാവില്ല, ഡോർസൽ അത്യാവശ്യം ഉണ്ടാവും അല്ലേ? നല്ല ഇത് ടൈലും ഉണ്ടാവും, നല്ല ടൈൽ ഉണ്ട്, നല്ല വിരിഞ്ഞ ടൈലാണ് അല്ലേ? നല്ല പ്രിന്റ്, ഒരു സ്നേക്കിന്റെ ഒരു അങ്ങനത്തെ ഒരു പ്രിന്റ് അല്ലേ? ശരി. ഇത് നമുക്ക് കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള? അത്യാവശ്യം നല്ല കൊടുക്കാനുണ്ട് അല്ലേ? നമുക്ക് എന്നാലും മറ്റൊരു കിടക്കാച്ച ഐറ്റത്തിന് പരിചയപ്പെട്ടാലോ? ഈ ഐറ്റം ഏതാ വരുന്നത്? ഫുൾ റെഡ് ആണ്. ഡോർസൽ ഉള്ളുണ്ട്, അത്യാവശ്യം ഡോർസൽ ഫീമെയിൽ നല്ല ഡോർസൽ വരുന്നുണ്ട്. ഇതിന്റെ ഫീമെയിൽ ഉണ്ട് അല്ലേ? ഇതിപ്പോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് മെയിൽ അല്ലേ? ഇതും അത്യാവശ്യം നല്ല ടൈലും ഡോർസലും ടൈലും ഇനിയും വരാനുണ്ട് അല്ലേ? ഓക്കെ. ശരി. ഇത് നമുക്ക് അത്യാവശ്യം കൊടുക്കാനുണ്ടോ? എങ്ങനെയാ, ഇതിന്റെ ജുവനൈൽസ് ആയിരിക്കില്ല കൊടുക്കാനുള്ളത്? ചെറിയ പ്രായമായിരിക്കില്ല കൊടുക്കാനുള്ളത്? ഇതിപ്പം ലിമിറ്റഡ് ആയിട്ട് കൊടുക്കാനുള്ളത്, അതായത് ഈ പ്രായമുള്ളത് നമുക്ക് ലിമിറ്റഡ് ആയിട്ട് കൊടുക്കാനുണ്ട്. ഓക്കെ. ജുവനൈൽസ് ഉള്ളത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കാനുണ്ട്, മെയിലും ഫീമെയിലും കൊടുക്കാനുണ്ട്. നമുക്ക് ലാസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള ഇത് ഏതാ വെറൈറ്റി വരുന്നത്? ഇത് ചില്ലി മുസൈക്ക്. ഇത് പഴയ മോഡലാണ് അല്ലേ? പക്ഷെ എന്നാലും അത്യാവശ്യം നല്ലൊരു ആക്റ്റീവ് ആയിട്ടും അത്യാവശ്യം മാർക്കറ്റ് ഉള്ള ഒരു നല്ല ഇയറും ഉള്ള ഒരു വെറൈറ്റി ആണല്ലേ? ചില്ലി മൊസൈക്ക് ആണ്. ചില്ലി മൊസൈക്ക് ഡംബോയർ തന്നെയാണോ? ഡംബോയർ അല്ലേ? ശരി. ഇത് അത്യാവശ്യം മാർക്കറ്റുള്ള ഐറ്റം തന്നെ, എന്നും ഒരു മാർക്കറ്റുള്ള ഒരു വെറൈറ്റി തന്നെയല്ലേ? ഇത് അത്യാവശ്യം നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ? എങ്ങനെയാ? അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി കൊടുക്കാനുണ്ട് അല്ലേ? ബൾക്കായിട്ട് നമുക്ക് കൊടുക്കാനുണ്ട് അല്ലേ? ഇപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നിഹാദ് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് എല്ലാവരും നമ്മൾ ഫിഷ് കളക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.